ഹലോ, നമുക്ക് ഈസി ആയിട്ടുള്ളൊരു സോയാബീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ സോയാബീൻ ഒരു കപ്പ് എടുത്തായിരുന്നു. അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തിളപ്പിച്ച് അതിനെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് അതിനെ മാറ്റി വെച്ചിട്ട് അതിനെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം 2 കപ്പ് അരിയാണ് എടുത്തത്. അരി അരമണിക്കൂർ കുതിർക്കാൻ വെച്ചു. ഞാൻ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയാബീൻ ഇല്ലേ, അതിനകത്തോട്ട് മസാലാസ് എല്ലാം പുരട്ടിയാക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, ഉപ്പുപൊടി ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇത് എന്നിട്ട് നമുക്കിത് സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം സോയാബീൻ. അപ്പം നല്ല സൂപ്പറായിട്ടുള്ളൊരു ബിരിയാണി. നമുക്ക് ചിക്കനോ മട്ടനോ ഒന്നും വേണ്ട. നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മസാലാസ് എല്ലാം ഇട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് സമയം ഇതിരിക്കട്ടെ. അപ്പോൾ ഈ മസാലാസ് എല്ലാം ഈ സോയാബീൻ്റെ ഉള്ളിൽ പിടിക്കും. അപ്പോൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീനാണ് കേട്ടോ. പിഴിയാതിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ചുവയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പിഴിഞ്ഞതിന് ശേഷമാണ് മസാലാസ് എല്ലാം ഇട്ട് സ്വല്പം വെള്ളമൊക്കെ തളിച്ച് മാറ്റി വെക്കുന്നത്. ഈ സമയത്ത് നമുക്ക് അരി വേവിക്കുക. അരി അരമണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചായിരുന്നു. അതിനുശേഷം അതിനെ വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആക്കിയ അരിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് ഞാൻ കുക്കറിലാണ് അരി വേവിക്കുന്നത്. അല്ലാതെ വേവിക്കുന്നവർക്ക് വേവിക്കാം, പക്ഷേ എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് കുക്കറിൽ വേവിക്കുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് എടുത്തു. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്ത് നമ്മുടെ മസാലാസ് എല്ലാം ഇടുക. പെരുംജീരകം, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ തന്നെ സ്റ്റാർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതായത് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് കുരുമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെയ്ച്ചോറില്ലേ, നെയ്ച്ചോറ് പ്രിപ്പറേഷനാണ് ഈ ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് നെയ്ച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന റൈസ് മാത്രമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് ബിരിയാണി ആയിട്ടും കഴിക്കാം. അപ്പം ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തു. അപ്പോൾ ഏകദേശം ഒന്ന് ഇതായതിന് ശേഷം ഞാൻ സവാള അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഏകദേശം ഒരുപാട് അങ്ങ് ഫ്രൈ ഒന്നും ആകേണ്ട സവാള. ഏകദേശം ജസ്റ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് അരി ഇതിനകത്തോട്ട് കിടന്ന് കുറച്ച് ഈ നെയ്ക്കകത്തൊക്കെ കിടന്ന് കുറച്ചൊന്ന് ഫ്രൈ ആകുമ്പോഴും നല്ല നെയ്യുടെ ഒരു ഫ്ലേവർ ആ ചോറിന് കിട്ടും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ അരിയുടെ വെള്ളമെല്ലാം പോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ. അരമണിക്കൂർ കുതിർത്തിട്ട് പിന്നെ ഡ്രൈ ആക്കി വെച്ചേക്കാണ്. ഇതിനെ നന്നായിട്ട് ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല ഫ്ലേവർ ആ നെയ്യുടെയും മസാലാസിൻ്റെ എല്ലാം ഫ്ലേവർ ആ ചോറിനകത്ത് നന്നായിട്ട് ഇറങ്ങും. അതിനുവേണ്ടി നമ്മൾ ഈ നെയ്ക്കകത്തിട്ട് ജസ്റ്റ് അരി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് റോസ്റ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് വെന്ത് പോകത്തുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരുന്നത്. 2 കപ്പ് അരിക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 കപ്പ് വെള്ളം. എടുത്ത ആ കപ്പിനകത്ത് തന്നെ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോകണ്ട, ഒരു മീഡിയം ടൈപ്പിൽ വെന്താൽ മാത്രം മതി. അപ്പോഴല്ലേ നമ്മുടെ ബിരിയാണി നല്ല ഉതിരായിട്ട് ഒറ്റയായിട്ട് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ 3 കപ്പ് വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിക്കുന്നുള്ളൂ. ആ സെയിം കപ്പിന് തന്നെ 3 കപ്പ് വെള്ളം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ അരി വേവും കേട്ടോ. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒറ്റ വിസിൽ അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ച് നമ്മളിതിനെ വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ തയ്യാറാകും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാം ഇതേപോലെ. അപ്പം ഏകദേശം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അടച്ചു വെച്ച് ഒറ്റ വിസിലടുപ്പിച്ചും നമ്മുടെ ചോറ് അവിടെ റെഡിയായി. ഇനി അടുത്ത് നമുക്ക് സോയാബീൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ആക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോയാബീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം മാത്രമേ നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്യാവൂ. ലോ ഫ്ലെയിമിലിട്ടാൽ സോയാബീനുള്ളിൽ എണ്ണ പിടിക്കും. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം സോയാബീൻ എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ മാത്രം നമ്മൾ എടുക്കാവൂ. കുറേശ്ശെ ഇട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അടുത്ത സ്റ്റെപ്പ് ഞാൻ എടുത്തും കോരി
കോരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് സോയാബീൻ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാബീനും റെഡി ആയിട്ടുണ്ട്, നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. എന്നിട്ട് ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, വെന്ത് പോയിട്ടും ഇല്ല, എന്നാൽ വേവാതിരുന്നിട്ടുമില്ല, നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് ചോറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അടികട്ടിയുള്ള പാത്രം വെക്കുക. അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. നെയ്യ് നമ്മൾ ചോറുണ്ടാക്കിയപ്പം ഒഴിച്ചായിരുന്നല്ലോ, ഇനി നമ്മൾ നെയ്യുടെ ആവശ്യമില്ല. ആവശ്യത്തിന് വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വീണ്ടും നമ്മൾ കുറച്ച് സവാളയും കൂടെ ആവശ്യമുണ്ട് നമ്മുടെ ഈ മസാല ആക്കാൻ വേണ്ടിയിട്ട്. സവാളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സവാള ഇടുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് സവാള ജസ്റ്റ് ഒന്ന് വേവുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ പരുവം വരെ നമ്മളിതിനെ ഇളക്കി കൊടുക്കണം. സവാള ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ടെടുക്കാം കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ കട്ടയാക്കി എടുത്ത് ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ പുറത്തെടുത്ത് വെക്കാൻ മറന്നേ, അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് കട്ട മാറിയില്ലായിരുന്നു. അങ്ങനെ ഞാനത് എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സവാളയൊക്കെ വേവുന്ന ഒരു പരുവം ഉണ്ടല്ലോ, നമുക്ക് അറിയാലോ, ജസ്റ്റ് നല്ല കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയം, ആ സമയം വരെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ല സൂപ്പർ ബിരിയാണിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് കേട്ടോ. ഈ സോയാബീനൊക്കെ മസാല പെട്ട് വെച്ചാൽ രാവിലെ പെട്ടെന്ന് നമുക്ക് എണ്ണയ്ക്കകത്ത് റെഡിയാക്കി ചോറും വേവിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിനുശേഷം ഈ സവാളയ്ക്കകത്തോട്ട് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് വേറെ പ്രത്യേകിച്ച് എരിയുടെ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല, ജസ്റ്റ് സോയാബീൻ അതിനകത്ത് മാത്രമാണ് നമ്മൾ എരിയിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു പച്ചമുളക് ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ആക്കുന്നില്ല കേട്ടോ ഇതിനകത്തോട്ട്. അപ്പം ഇതിന് ശേഷം നമുക്ക് ഒരു തക്കാളി വേണം. ഒരു തക്കാളിയാണ് ഞാനിതിന് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ സൂപ്പർ ഡിഷാണ്. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർ ഉച്ചയ്ക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. കാരണം ഈ വെറൈറ്റി ഫുഡൊക്കെ കൊടുത്തു വിടുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. എന്നും ചോറും കറിയും കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കൊടുത്തു വിടുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ രാവിലെ അയാൾ ചോറും ഉണ്ടാവില്ല, അതിന് പകരം അയാൾ എപ്പോഴും സ്നാക്സ്, നമ്മുടെ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ആരെയും കൊണ്ടുവന്നത്. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, അതെല്ലാം കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ ഏകദേശം ഒരു പരുവായിട്ടുണ്ട്, ഏകദേശം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞു കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഇതേപോലെ ചെറിയ പീസായിട്ടാണ് കേട്ടോ തക്കാളി അരിഞ്ഞിരിക്കുന്നത്. ഇത് ഞാനൊരു ആവേശത്തിന് അറിഞ്ഞതാണ്. ആരും ഇങ്ങനെ അറിയാൻ നിൽക്കരുത്, ചിലപ്പോൾ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ മുറിയും. എനിക്കൊക്കെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, കൈയൊന്നും മുറിയില്ല. അപ്പോൾ തക്കാളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ട് അതിനെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യും. തക്കാളി ആ ഒരു വേവുന്ന ഒരു പരുവം ഉണ്ടല്ലോ, അതുവരെ നമ്മൾ നന്നായിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് സോയാബീൻ ഇടുന്നത്. ഇതിനകത്തോട്ട് ഇനി മസാലാസൊക്കെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മസാല എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടികളല്ല, കുറച്ച് പൊടികൾ മാത്രമാണ് ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയൊന്നും നമ്മളിനി ഇതിനകത്ത് യൂസ് ആക്കാറില്ല. അപ്പോൾ അതായത് തക്കാളിയും സവാളയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഏകദേശം നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമേ ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂണല്ല 1/2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയാണ് ഇടുന്നത്: മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഈ 4 പൊടിയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ ഇട്ട് നന്നായിട്ട് ഈ മസാലയുടെ പച്ചമണമൊക്കെ വാടുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ മസാലയുടെ പച്ചമണം വാടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പച്ചക്കുത്ത് വരും. അതുകൊണ്ട് തന്നെയാണ് ഈ മസാലയുടെ പച്ചമണം വാടുന്നത് വരെ നമ്മൾ നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മസാല ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കണം കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് നമ്മുടെ സോയാബീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയാബീൻ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്നില്ല, സോയാബീൻ ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിനെ അടച്ചു വെക്കുക. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിക്കുക. ഈ സോയാബീനും ഈ മസാലാസും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പാകമായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മളിത് അടച്ചു വെക്കാം.
അടച്ചു വെച്ചതിന് ശേഷം ഇപ്പോൾ ദാണ്ട് ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മസാലയെല്ലാം സോയാബീനകത്ത് പിടിച്ചു, എല്ലാം ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നെയ്ച്ചോറ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുമിച്ചിട്ട് വേവിക്കുന്നതിലും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴും നന്നായിട്ട് നമുക്ക് ഒരുപാട് വേവാതെ മസാലാസ് ഒന്നും ഒരുപാടില്ലാതെ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല നമ്മുടെ അരിയൊക്കെ കറക്റ്റ് പാകമാണ് കേട്ടോ, ഒരുപാട് അങ്ങ് വെന്തും പോയിട്ടില്ല, നല്ല കറക്റ്റ് പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ചോറ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഞാനിവിടെ ചോറെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് നിരത്തി, ഇതിനകത്ത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ചോറ് സോയാബീൻ്റെ അതും അതുപോലെ തന്നെ അതിനകത്ത് ചോറും പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള മല്ലിയിലയും കാര്യങ്ങളും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ എന്താ പറയുക, ദം ഇടുന്നത് പോലെ ഇതിനെ നന്നായിട്ട് ആ ചോറിനെ അതിനകത്തോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ മല്ലിയിലയും കൂടെ മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മല്ലിയിലയൊക്കെ ഇടുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ചോറെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിനെല്ലാം നിരത്തി മല്ലിയിലയൊക്കെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഇത് നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ വേറെ ഇതെന്താ സോയാബീനാണെന്നൊന്നും പറയില്ല, ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റും. നല്ല ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് മുകളിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറാണ്. ആ നെയ്യുടെ നന്നായിട്ട് ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങും. അത് വെച്ചൊരു 10-20 മിനിറ്റ് നമ്മളത് അടച്ചു വെക്കുക. അതിനുശേഷം ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നതിന് ശേഷം നമ്മുടെ മസാലാസും നമ്മുടെ ചോറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് അടിക്കൊന്നും പിടിച്ചിട്ടില്ല, ഒരു പ്രശ്നവും ഇല്ല. നല്ല കറക്റ്റായിട്ട് കിട്ടി. ആ ചോറിൻ്റെ കളർ കണ്ടില്ലേ, എല്ലാം നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടി. ഒരുപാട് മസാലാസും ഇല്ല, ഒരുപാട് എരിയില്ല, നോർമൽ എല്ലാ കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതി മാത്രമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് സോയാബീൻ ബിരിയാണി. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്. ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സോയാബീൻ ജസ്റ്റ് വറുത്തെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. കുക്കറിനകത്ത് നമ്മൾ ചോറ് വേവിച്ചെടുക്കുമ്പോൾ അതിനകത്തും വലിയ ബുദ്ധിമുട്ടില്ല, ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ചോറ് വേവുമല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ബിരിയാണിയാണ്. എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ബിരിയാണിയുടെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സലാഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.